നമസ്കാരം. വൈശാഖിൻ്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി മമ്മൂക്കയുടേതായി ഏറ്റവും പുതിയ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ടെർബോ. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രം 4 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച മൺഡേ ടെസ്റ്റ് പാസ്സാകുന്ന കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെയൊക്കെ നോക്കിയാൽ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 3100-ൽ പരം ടിക്കറ്റുകളാണ്. കൂടാതെ ഇന്ന് വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ 5-ാം ദിനം വിറ്റുപോയത് ഇന്ന് 1 മണിവരെ ഏകദേശം 75,000-ൽ പരം ടിക്കറ്റുകളാണ്. ടെർബോ സിനിമയുടെ ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ പുതിയ നേട്ടവും ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ കൊല്ലത്തെ 2ാമത്തെ ഏറ്റവും വലിയ കേരള വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ടെർബോ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 6,15,00,000 രൂപയും 2ാം ദിവസം 3,70,00,000 രൂപയും 3-ാം ദിവസമായ ശനിയാഴ്ച 3,84,00,000 രൂപയും 4-ാം ദിവസമായ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,26,00,000 രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 17,95,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെർബോ സിനിമയുടെ 4-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ടെർബോ സിനിമയെ തകർക്കാൻ വേണ്ടി ഡീഗ്രേഡിങ്ങിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മമ്മൂക്ക ഹേറ്റേഴ്സ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള അപ്സര തിയേറ്ററിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ചിത്രത്തിന്റെ ഷോക്ക് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഷോ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു തിയേറ്ററിലെ ബോംബ് ഭീഷണി ഫേക്കാണെന്ന് തെളിയുകയും തുടർന്ന് ടെർബോയുടെ ഷോകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ വളരെയധികം മോശമായ കാര്യമാണിത്. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ അപ്സര തിയേറ്ററിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.